السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن المتقين في جنات وعيون آخذين ما آتاهم ربهم إنهم كانوا قبل ذلك محسنين كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമസ്കാരം എന്ന വിഷയത്തിൽ സുന്നത്ത് നമസ്കാരങ്ങളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ചില ക്ലാസ്സുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കി. ഇനി ചർച്ച ചെയ്യാനുള്ള മറ്റൊരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ രാത്രി നമസ്കാരങ്ങളെ സംബന്ധിച്ചാണ്. ഖിയാമുൽ ലൈൽ എന്നാണ് അറബിയിൽ അതിന് പറയുന്ന പേര്. ഖിയാമുൽ ലൈൽ, രാത്രിയിലെ നമസ്കാരം എന്നർത്ഥം. പരിശുദ്ധ ഖുർആനിൽ രാത്രികളിൽ ദീർഘനേരം നമസ്കരിക്കുന്നതിനെ പുകഴ്ത്തിക്കൊണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. മുത്തഖീങ്ങളായ പടച്ചതമ്പുരാനെ ഭയപ്പെടുന്ന ആളുകളുടെ സ്വഭാവങ്ങൾ പറഞ്ഞിടത്ത് അവർ രാത്രിയിൽ കുറേ സമയം നമസ്കരിക്കുന്നവരാണ് എന്നും സുജൂദിലും ഖിയാമിലുമായി അവർ രാത്രിയെ കഴിച്ചുകൂട്ടുന്നവരാണ് എന്നുമൊക്കെ ചില ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവർക്കുള്ള പ്രാധാന്യവും അവർക്കുള്ള പുണ്യവും ഒരാൾക്കും നിർണയിക്കാൻ കഴിയാത്തത്ര, പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റാത്തത്ര അള്ളാഹു അത്തരം ഇബാദത്തുകൾ നിർവഹിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി പരലോകത്തേക്ക് ഒരുക്കി തയ്യാറാക്കി വച്ചിരിക്കുന്നു എന്ന് സൂറത്തു സജദയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ആയത്തുകൾ ഓരോന്നും എടുത്തുകൊണ്ട് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റു ചില കാര്യങ്ങൾ തന്നെ സൂചിപ്പിക്കാനുള്ളത് കൊണ്ട് ഞാൻ അതിനുവേണ്ടി സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ഒന്നാമതായി, ഈ രാത്രി നമസ്കാരത്തിന് സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിർണയിച്ചിരുന്നിട്ടുണ്ട്. രാത്രിയിൽ ഇശാ നമസ്കാരത്തിൻ്റെ ശേഷം സുബഹി നമസ്കാരത്തിൻ്റെ മുമ്പായി ഈ നമസ്കാരം നിർവഹിക്കപ്പെടണം. സമയം അതാണ്. ഇശാക്ക് ശേഷം സുബഹിക്ക് മുമ്പാണ് ഖിയാമുൽ ലൈൽ നിർവഹിക്കുവാനുള്ള സമയപരിധി. ഈ സമയങ്ങളിൽ ഏത് സമയങ്ങളിലും നിർവഹിക്കാമെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായത് തഖീറുഹാ ഇല സുലുസിൽ അഖീർ, രാത്രിയുടെ അവസാന സമയത്തിലേക്ക്, രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊരു ഭാഗത്തിലേക്ക് അതിനെ പിന്തിച്ചു വെക്കലാണ്, നീട്ടിവെക്കലാണ് എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്തിന്റെ പ്രാധാന്യം നമ്മെ അറിയിച്ചിട്ടുണ്ട്. യൻസിലു റബ്ബുനാ തബാറക വതആല കുല്ല ലൈലത്തിൻ ഇലാ സമാഇദ് ദുനിയ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ ഫയഖൂലു മൻ യദ്ഊനി ഫഅസ്തജീബു ലഹു മൻ യസ്അലുനി ഫഉതീഹി മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറു ലഹു. പടച്ചതമ്പുരാൻ എല്ലാ രാത്രികളിലും
ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്നും രാത്രിയുടെ അവസാന സമയത്തിൽ അള്ളാഹു എല്ലാ രാത്രികളിലും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്നും എന്നിട്ട് എന്നോട് ആരുണ്ട് ചോദിക്കാൻ, ഞാൻ അവർക്കിതാ നൽകാൻ സന്നദ്ധനാണ്. ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ, ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കാൻ സന്നദ്ധനാണ്. ആരുണ്ട് എന്നോട് പാപം പൊറുക്കലിനെ ചോദിക്കാൻ, ഞാൻ അവന്റെ പാപം പൊറുക്കാൻ സന്നദ്ധനാണെന്ന് പറയുന്ന പ്രത്യേക അവസരമാകുന്നു രാത്രിയുടെ അവസാന സമയങ്ങൾ. അതുകൊണ്ട് ആ സമയത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥനയിലും സുജൂദിലുമായി കഴിയുന്നവരുടെ ശ്രേഷ്ഠതയും പ്രാധാന്യവും വർണ്ണിക്കാൻ സാധിക്കാത്തത്രയാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. ഈ രാത്രി നമസ്കാരത്തിന് പല പേരുകളുണ്ട്, ഖിയാമുൽ ലൈലിന് പല പേരുകളുണ്ട്. ഒന്നാമതായി ഈ നിസ്കാരത്തിന് തന്നെയാണ് വിത്ർ എന്ന് പറയുന്നത്. നമസ്കാരത്തിന്റെ അവസാനത്തിൽ നിസ്കാരം സമാപിക്കുന്നത് അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നത് ഒറ്റയായ റക്അത്ത് കൊണ്ടാണ്. രാത്രിയിലെ നമസ്കാരത്തിന് വിത്ർ നമസ്കാരം എന്ന പേരുണ്ട്. വിത്ർ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഒറ്റ എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു റക്അത്ത് കൊണ്ട് അവസാനിപ്പിക്കുന്നത് കൊണ്ട് ഈ ഖിയാമുൽ ലൈലിന് വിത്ർ എന്ന് പേരുണ്ട്. അതേപോലെ തന്നെ ഇതേ നിസ്കാരത്തിന് തന്നെയാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. ഉറങ്ങി എഴുന്നേറ്റ് കുറച്ചു നേരം ഉറങ്ങി എഴുന്നേറ്റതിന്റെ ശേഷം നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിന് തഹജ്ജുദ് എന്ന് പേര് വരും. തഹജ്ജദ എന്ന് പറഞ്ഞാൽ ഉറക്കൊഴിച്ച് നിർവഹിച്ചു എന്നാണ്. അപ്പൊ നമസ്കാരത്തിന് പേര് തഹജ്ജുദ് എന്നായി. ഇത് തന്നെ റമദാൻ മാസത്തിൽ നിർവഹിക്കുമ്പോൾ ഖിയാമു റമദാൻ എന്ന് പേര് വരും. റമദാനിൽ നിർവഹിക്കുന്ന നിസ്കാരം അത് തന്നെയും തറാവീഹ് എന്ന പേരിലും അറിയപ്പെടുന്നു. എന്താണ് കാരണം? റക്അത്തുകൾക്കിടയിൽ റെസ്റ്റ് എടുക്കുന്നത് കൊണ്ട്. തർവീഹത്ത് എന്നുള്ളതിന്റെ ബഹുവചനമാണ് തറാവീഹ്. വിശ്രമം എന്നാണ് തർവീഹത്തിനർത്ഥം. അപ്പൊ ഇടയ്ക്ക് വിശ്രമം വരുന്ന നിസ്കാരമായതുകൊണ്ട് തറാവീഹ് നിസ്കാരം എന്നും പേരിൽ അറിയപ്പെട്ടു. സാധനക്ക് ഒന്ന് തന്നെയാണ് അർത്ഥം. വിത്ർ എന്ന് പറഞ്ഞാലും തഹജ്ജുദായാലും ഖിയാമുൽ ലൈലായാലും ഖിയാമു റമദാനായാലും സലാത്ത് തറാവീഹ് ആയിരുന്നാലും എല്ലാം ഒരൊറ്റ നിസ്കാരമാണ്, വേറെ വേറെ നിസ്കാരങ്ങളല്ല. നമുക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്. നീ ആ ഖിയാമുൽ ലൈലിനാ പോണത്, എന്താ അതൊരു പ്രത്യേക നിസ്കാരമാണെന്ന ധാരണ ഇല്ല. ഒക്കെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലും അല്ലാത്ത കാലത്തും നിർവഹിച്ചിരുന്നത് ഒരൊറ്റ നിസ്കാരം മാത്രമായിരുന്നു. അപ്പൊ നമുക്ക് സംശയം ഉണ്ടാകും, റമദാൻ മാസത്തിൽ പ്രത്യേക ഒരു നിസ്കാരം ഇല്ലേ? എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണോ ഈ ഏർപ്പാട്? അതെ നബി. അപ്പൊ പിന്നെ ഒരു സംശയം ഉണ്ടാകും. ഹദീസിൽ നമുക്ക് കാണാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാൻ മാസത്തിൽ വിശ്വാസത്തോടുകൂടെയും പടച്ചതമ്പുരാന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കണമെന്ന മോഹത്തോടുകൂടെയും നിസ്കാരം നിർവഹിച്ചാൽ അവന്റെ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന ഹദീസിലുണ്ടല്ലോ. അപ്പൊ റമദാനിൽ പ്രത്യേക നിസ്കാരമുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം എന്ന് ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട്. അതിന് മറുപടിയായി നമുക്ക് പറയാനുള്ളത് മറ്റൊരു ഹദീസാണ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. രണ്ടും ബുഖാരി നിവേദനം ചെയ്ത ഹദീസാണ്. മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ, ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിൽ നിസ്കരിച്ചാൽ, ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസത്തോടുകൂടെയും പടച്ചതമ്പുരാന്റെ അടുക്കൽ നിന്നുള്ള പുണ്യം കിട്ടണമെന്ന മോഹത്തോടുകൂടെയും ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ, ആ ഖദ്റിന്റെ രാത്രിയിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ അവന്റെയും പാപങ്ങൾ പൊറുക്കപ്പെടും. അവിടെ ലൈലത്തുൽ ഖദ്റിന് മാത്രമായിട്ടൊരു നിസ്കാരമുണ്ട് എന്ന് ലോകത്താർക്കും നേവരവാദമല്ല. എങ്കിൽ പിന്നെ റമദാനിൽ മാത്രമുള്ള നിസ്കാരം എന്ന നിലക്കല്ല, റമദാനിലാകുമ്പോൾ മറ്റു മാസങ്ങളെക്കാൾ അതിന് ചില പ്രത്യേകതകളുണ്ട്. എല്ലാ കാലത്തും നിർവഹിക്കാവുന്ന ഈ 11 റക്അത്ത് റമദാനിലാകുമ്പോൾ അതിന് ചില പ്രത്യേകതകളുടെ. ഒന്ന്, മറ്റു മാസങ്ങളിൽ ഈ നിസ്കാരം പള്ളികളിൽ വെച്ച് ജമാഅത്തായി നിർവഹിക്കപ്പെടൽ സുന്നത്തില്ല. എന്നാൽ റമദാനിലെ നിസ്കാരം തറാവീഹ് പള്ളികളിൽ വെച്ച് ജമാഅത്തായി നമസ്കരിക്കൽ സുന്നത്താണ്. മറ്റൊന്ന്, മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് റമദാൻ മാസത്തിൽ ഈ നിസ്കാരം നിർവഹിക്കുമ്പോൾ അതിന് ധാരാളം പ്രതിഫലവും കൂടുതൽ കൂടുതൽ പുണ്യവും മഹത്വവുമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് ഈ പേര്. തറാവീഹ് എന്നുള്ള പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോ സ്വഹാബത്തിനോ പരിചയമുള്ള പേരല്ല. ഹദീസുകളിലൊന്നും നമുക്ക് തറാവീഹ് നിസ്കാരം എന്ന് കാണാൻ സാധ്യമല്ല. പ്രവാചകന്റെ വാക്യങ്ങളിലോ
അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ വാക്കുകളിലോ തറാവീഹി നമസ്കാരം എന്നുള്ളൊരു പ്രയോഗം കാണാൻ സാധ്യമല്ല. എല്ലാവരും ഖിയാമു റമദാൻ അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ എന്ന പ്രയോഗമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പേര് വരാൻ കാരണം ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, സുമ്മിയത്തിസ് സ്വലാത്തു ഫിൽ ജമാഅ ഫീ ലയാലി റമദാൻ അത്തറാവീഹ് لأنهم أول ما اجتمعوا عليها كانوا يستريحون بين كل تسليمتين. ഈ രണ്ട് സലാം, ഓരോ സലാം വീട്ടുമ്പോഴും ഈ രണ്ട് റക്അത്തുകൾക്കിടയിൽ റെസ്റ്റ് എടുക്കാറുണ്ട്. മുമ്പ് കാലത്ത് ദൈർഘ്യമേറിയ നിസ്കാരമായതുകൊണ്ട് ഈ രണ്ട് റക്അത്തുകൾ കഴിയുമ്പോൾ റെസ്റ്റ് എടുക്കാറുണ്ട്, വിശ്രമമെടുക്കാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ് തർവീഹത്ത്, വിശ്രമം എന്നർത്ഥമുള്ള തറാവീഹ് എന്ന പേര് വന്നത്. വൽ മുറാദു ബി ഖിയാമി റമദാൻ സലാത്തു തറാവീഹ്, ഖിയാമു റമദാൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സലാത്തു തറാവീഹ് തന്നെ എന്ന് ശറഹ് മുസ്ലിമിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ നിസ്കാരത്തിന്റെ പേരിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. റമദാനിൽ മാത്രം നിർവഹിക്കാനുള്ള മറ്റു കാലത്തൊന്നുമില്ലാത്തൊരു നിസ്കാരാണിത് എന്ന ധാരണ വേണ്ട. പ്രവാചകന്റെ ചര്യകളിൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഈ തറാവീഹ്, ഇനി നമ്മൾ തറാവീഹിന്റെ ആ പേരാണ് പറയുന്നത്. തറാവീഹിനെ പറ്റിയാണ് ഞാൻ ഊന്നി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇന്നൊരു വലിയ ചർച്ചാ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് എത്രയാണ് നിസ്കരിച്ചത്? പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. തറാവീഹ് 11 റക്അത്ത് നിസ്കരിക്കുന്നവരും 23 നിസ്കരിക്കുന്നവരും 36, 46, 49 ഒക്കെ നിസ്കരിക്കുന്ന ആളുകളുണ്ട്. തറാവീഹ് 11 നിസ്കരിക്കുന്ന ആളുകളെ ഈ സമൂഹത്തിലെ തിരുത്തൽവാദികളായിട്ടാണ് ചില ആളുകൾ പരിചയപ്പെടുത്താറുള്ളത്. അവർ ഇസ്ലാമിലെ നിസ്കാരം വെട്ടിച്ചുരുക്കിയെന്ന്. 23 റക്അത്ത് തറാവീഹ് ഉണ്ടായിരുന്നത് അവർ 11 വെട്ടിച്ചുരുക്കിയെന്നും ലാഭത്തിന് വേണ്ടി ഇസ്ലാമിൽ കൈക്രിയ നടത്തിയ ശരീഅത്ത് വിരോധികളാണ് മുജാഹിദുകളെന്നും പല ആളുകളും പ്രസംഗിക്കാറും എഴുതിവിടാറും പ്രചരിപ്പിക്കാറുമുണ്ട്. തന്നെയുമല്ല, അവർ പുതിയതായിട്ട് 921 ശേഷം കേരളക്കരയിൽ കൊണ്ടുവന്ന വാദമാണ് ഈ 11 റക്അത്തിന്റെ വാദമെന്നും 20 റക്അത്ത് 23 റക്അത്ത് തറാവീഹ് നിസ്കരിക്കൽ ലോക മുസ്ലിമീങ്ങളിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തവണ്ണം ഇജ്മാആണെന്നുമൊക്കെ ചില ആളുകൾ പ്രസംഗിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു തർക്കമുണ്ടാകുമ്പോൾ വസ്തുത എന്താണെന്ന് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കിയിരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് പ്രവാചകൻ ഇതിനു വേണ്ടി പ്രത്യേകം പ്രോത്സാഹനം നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റു കാലങ്ങളിലൊക്കെയുള്ള ഈ നിസ്കാരം റമദാനിലാകുമ്പോൾ പ്രവാചകൻ ഇതിന് പ്രത്യേകം പ്രോത്സാഹനം നടത്തിയെന്ന്. അങ്ങനെ ഈ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് 3 ദിവസമാണ് പള്ളിയിൽ ജമാഅത്തായി നിർവഹിക്കപ്പെട്ടത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് ആ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവർ പറയുന്നു, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലാ ഫിൽ മസ്ജിദി, നബി ഒരിക്കൽ റമദാനിൽ പള്ളിയിൽ നിസ്കരിച്ചു. ഫസല്ലാ ബിസലാത്തിഹി നാസുൻ, കുറേ ആൾക്കാരും നബിയെ തുടർന്നുകൊണ്ട് നിസ്കരിച്ചു. സുമ്മ സല്ലത്ത് സാനിയ, രണ്ടാം ദിവസവും റസൂലുള്ളാഹി നിസ്കരിച്ചു. ഫകസുറൻ നാസ്, ജനങ്ങൾ കൂടുകയാണ്. ആദ്യത്തെ ദിവസത്തേക്കാൾ ജനങ്ങൾ പള്ളിയിൽ കൂടി. സുമ്മ ജ്തമഉ മിനൽ ലൈലത്തി സാലിസ അവിർ റാബിഅ, മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ 4ാമത്തെ ദിവസം പിന്നെയും അവർ ഒരുമിച്ച് കൂടി. ആളുകൾ പള്ളിയിൽ നിറഞ്ഞു, സ്ഥലമില്ലാതായി. ആ ദിവസം ഫലം യഖ്റുജു ഇലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി കരീം 2-3 ദിവസം നിസ്കരിക്കാൻ വന്ന നബി 4ാമത്തെ ദിവസം നിസ്കരിക്കാൻ വന്നില്ല. നബി പള്ളിയിലേക്ക് വരുന്നില്ല. എന്ത് ചെയ്തിട്ടും ഫലമ്മാ അസ്ബഹ, ജനങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. സുബഹി വരെ പള്ളിയിൽ തന്നെ ഇരുന്നു ആൾക്കാർ. ഫലമ്മാ അസ്ബഹ, സുബഹിയായപ്പോ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് വന്നിട്ട് പറഞ്ഞു, റഅയ്തുല്ലദീ സനഅതും, നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. വളരെ ആവേശത്തോടുകൂടെ നിങ്ങൾ പള്ളിയിൽ നിറഞ്ഞിരിക്കുകയാണ് നിസ്കാരത്തിന് വേണ്ടി, അത് ഞാൻ മനസ്സിലാക്കുന്നു. ഫലം യംനഇനി മിനൽ ഖുറൂജി ഇലൈക്കും, നിങ്ങളിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വരാൻ എനിക്ക് തടസ്സമുണ്ടായ സംഗതി ഇല്ല. അന്നീ ഖശീതു, ഞാൻ ഭയപ്പെട്ടു പോയി. അൻ തഫ്തരിദ അലൈക്കും, നിങ്ങളുടെ ഈ ആവേശം കണ്ടിട്ട് പടച്ചതമ്പുരാൻ ഈ നിസ്കാരം നിങ്ങളുടെ മേൽ ഫർളാക്കിയേക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ 3 ദിവസം നബി നിസ്കരിക്കാൻ വന്നു. 4ാമത്തെ ദിവസം നിസ്കരിക്കാൻ വരാത്തത് എന്തുകൊണ്ടാ? പള്ളിയിൽ വെച്ച് ജമാഅത്ത് നിസ്കാരം പാടില്ല എന്നുള്ളത് കൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടത് ഈ ആവേശം കണ്ടിട്ട് പടച്ചോനിതാണ് ഫർളാക്കിയ എന്റെ ഉമ്മത്തിനത് കഴിയാതെയാകും. ഇങ്ങനെ നിസ്കരിക്കാൻ ദൈർഘ്യമേറിയ രാത്രി നിസ്കാരം ഫർളാക്കിയാൽ അതെന്റെ ഉമ്മത്തിന് സഹിക്കാൻ കഴിയാതാകും.
അതുകൊണ്ട് അവരതിൽ വിമുഖത കാണിക്കുമ്പോൾ ഇസ്ലാമിലെ നിർബന്ധമായ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിൽ പിന്നെ അവർക്കൊരു പ്രശ്നമില്ലാതായി മാറും. അത് ഞാൻ ഭയപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരണത്തോടുകൂടെ ഈ പേടി അവസാനിച്ചു. എന്താ കാരണം? നബി മരിച്ചതിന്റെ ശേഷം ഇനി ഒരു പുതിയൊരു ഫർള് നിസ്കാരത്തിന്റെ വഹിയുമായിട്ട് ജിബ്രീൽ ഇറങ്ങി വരൂല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷം ആ പേടില്ല. അങ്ങനെ ഫതൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ അംറു അലാ ദാലിക, ഇതേ രൂപത്തിലായിക്കൊണ്ട് തന്നെ റസൂലുള്ള മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ പിന്നെ പള്ളിയിൽ മെയിനായിട്ടുള്ള ജമാഅത്ത് നടത്തിയില്ല നബി. ആൾക്കാരിങ്ങനെ ഒറ്റക്ക് നിസ്കരിക്കും, ചില ആൾക്കാർ 3-4 ആൾക്കാരൊക്കെ കൂടിയിട്ട് നിസ്കരിക്കും. അങ്ങനെ ഒറ്റയായും കൂട്ടമായിട്ടൊക്കെ പള്ളിയിൽ വെച്ച് ഇങ്ങനെ ഈ നിസ്കാരം നടത്തും. നബി അതിന് നേതൃത്വം കൊടുത്തില്ല. സുമ്മ കാനൽ അംറു അലാ ദാലിക ഫീ ഖിലാഫത്തി അബീ ബക്കർ, പിന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്തും ഇത് തന്നെയായിരുന്നു അവസ്ഥ. പള്ളിയിൽ വെച്ച് മൊത്തത്തിലൊരു ജമാഅത്തില്ല, ആൾക്കാർ ഒറ്റയായും തെറ്റിയായും ഈ നിസ്കാരം നിർവഹിക്കുന്നുണ്ട്. വസദറൻ മിൻ ഖിലാഫത്തി ഉമർ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണത്തിന്റെ ആദ്യ കാലഘട്ടത്തിലും ഇത് തന്നെയായിരുന്നു സംഭവം. ഇപ്പൊ നമുക്ക് ഈ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഖിയാമു റമദാനിന് നബി പ്രത്യേകം പ്രേരണ നൽകിയിട്ടുണ്ട്. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് തന്നെ പള്ളിയിൽ വെച്ച് കുറച്ച് ദിവസം അത് ജമാഅത്തായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. മൂന്നാമതായി മനസ്സിലാക്കാനുള്ളത്, പ്രത്യേക കാരണം പറഞ്ഞാണ് റസൂലുള്ള ജമാഅത്ത് നിർത്തിവെച്ചത്, ഫർളാക്കുമോ എന്നുള്ള ഭയം. അത് പ്രവാചകന്റെ മരണത്തോടുകൂടെ ആ ഭയം തീരുകയും ചെയ്തു. ഇനി നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്, എത്ര റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 ദിവസങ്ങളിൽ നിർവഹിച്ചത് എന്നാണ്. ബുഖാരിയിൽ നമുക്കത് പരിശോധിച്ച് നോക്കിയാൽ പ്രവാചകൻ ഈ 3 ദിവസം പള്ളിയിൽ നിന്ന് ജമാഅത്തായി നിർവഹിച്ച നിസ്കാരത്തിന്റെ റക്അത്ത് എത്രയാണെന്ന് ബുഖാരിയിലില്ല. എന്നാൽ മറ്റു ചില റിപ്പോർട്ടുകളിൽ ആ ദിവസത്തെ നിസ്കാരത്തെ സംബന്ധിച്ചല്ലെങ്കിലും ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്. ഇത് അബൂ സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ ഒരു താബിഈയായ മനുഷ്യനാണ്. അന്നഹു സഅല ആയിഷ റളിയല്ലാഹു തആല അൻഹ കൈഫ കാനത്ത് സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാൻ ഫഖാലത് മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫീ റമളാൻ വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ യുസല്ലി 4 ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന ثم يصلي 4 فلا تسأل عن حسنهن وطولهن ثم يصلي 3 رواه البخاري. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് തന്നെയാണ് ചോദിക്കുന്നത്. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടിട്ടില്ലാത്ത അബൂ സലമ എന്ന പേരുള്ള താബിഈയായ മനുഷ്യൻ ചോദിക്കുകയാണ് ആയിഷ ബീവിയോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റമളാനിലെ നിസ്കാരം എങ്ങനെയായിരുന്നു? ഇതാണ് ചോദ്യം. ആയിഷ ബീവിയോടാണ് ചോദിക്കുന്നത്, റസൂലുള്ളാഹിന്റെ റമളാനിലെ നിസ്കാരം എങ്ങനെയായിരുന്നു? ഫഖാലത്, അവർ മറുപടി കൊടുത്തു, ചോദിച്ചതിലും അപ്പുറമാണ് മറുപടി കൊടുത്തത്. മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. നബി തിരുമേനി റമളാനിലും അല്ലാത്ത കാലത്തും, റമളാൻ മാസത്തിൽ മാത്രമാണ് ചോദിച്ചത്, മറുപടി കൊടുക്കുന്നത് എല്ലാ കാലത്തേക്കും കൂടിയാണ്. റമളാനിലും അല്ലാത്ത കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്തിനേക്കാൾ അധികരിപ്പിച്ചിട്ടില്ല. യുസല്ലി, അതെങ്ങനെയാണ് നിസ്കരിക്കാറുള്ളത്? യുസല്ലി 4 നിസ്കരിക്കും. ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, ആ 4 റക്അത്ത് നിസ്കാരത്തിന്റെ ഭംഗിയും ദൈർഘ്യവും ഒന്നും നീ എന്നോട് ചോദിക്കണ്ട. പറയാൻ പറ്റാത്തത്ര, സാധിക്കാത്തത്ര ദൈർഘ്യമേറിയ ഭംഗിയേറിയ നിസ്കാരമായിരുന്നു അത്. പിന്നെയും 4 നിസ്കരിക്കും, പിന്നെ 3 റക്അത്ത് നിസ്കരിക്കും. ഇങ്ങനെ 8ഉം 3ഉം 11 റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലും അല്ലാത്ത കാലത്തും നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 2 സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് ആയിഷ ബീവിയാണ്. നബി 3 ദിവസം പള്ളിയിൽ വന്നു ജമാഅത്തായി നിസ്കരിച്ചു എന്ന ഹദീസ് പറയുന്നതും 11നേക്കാൾ റമദാനിലും അല്ലാത്ത കാലത്തും വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന സംഭവവും റിപ്പോർട്ട് ചെയ്യുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. അതുകൊണ്ട് അവർക്ക് ഈ കാര്യത്തിൽ നല്ല പരിചയവും അറിവുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രാത്രി നിസ്കാരത്തെ സംബന്ധിച്ച് റക്അത്തിനെ പറ്റിയാണ് ആര് ചോദിക്കുന്നത്? അബൂ സലമ എന്ന താബിഈ ചോദിക്കുന്നത്, എത്ര റക്അത്താണ് നബി നിസ്കരിക്കാറുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രാത്രി നമസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം 11ൽ കൂടുതലാവാറുണ്ടായിരുന്നില്ല എന്ന് ആയിഷ ബീവി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ആ 3 ദിവസത്തെ നിസ്കാരവും 11 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആയിഷ ബീവിയാണ് രണ്ടും പറയുന്നത്. നബി ജീവിതത്തിൽ 11നേക്കാൾ റമദാനിലും അല്ലാത്ത കാലത്തും അധികരിപ്പിച്ചിട്ടില്ല എന്ന
സഹീഹായ ബുഖാരിയുടെ റിപ്പോർട്ടിൽ നിന്ന് നബി ആ 3 ദിവസം വന്ന് പള്ളിയിൽ ജമാഅത്തായി നിസ്കരിച്ചതും 11 റക്അത്ത് തന്നെയാണ് എന്ന് വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി ആ ദിവസത്തെ തന്നെ, ആ 3 ദിവസത്തെ തന്നെ നിസ്കാരത്തെ സംബന്ധിച്ച് മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ബുഖാരിയിലല്ല, അത് നമുക്ക് ഇബ്നു നസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തബറാനി അദ്ദേഹത്തിന്റെ മുഅ്ജമുസ് സഗീറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫത്ഹുൽ ബാരിയിൽ 3-ാം വാള്യം 10-ാമത്തെ പേജിലും തൽഖീസ് എന്ന കിതാബിൽ 119-ാമത്തെ പേജിലുമൊക്കെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ആരാണ് ആ സംഭവം പറയുന്നത്? ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു സഹാബിയാണ്. അദ്ദേഹം പറയുന്നു, صلى بنا رسول الله صلى الله عليه وسلم في شهر رمضان 8 ركعات وأوترا. നബി ഞങ്ങളെയും കൊണ്ട് റമദാനിൽ 11 റക്അത്ത് നിസ്കരിച്ചു. ഫലമ്മാ കാനത്തിൽ ഖാബില ഇജ്തമഅനാ ഫിൽ മസ്ജിദി. പിറ്റേ ദിവസം ഞങ്ങൾ പള്ളിയിൽ കുറേ സമയം കാത്തിരുന്നു. വറജൗനാ അൻ യഖ്റുജ. നബി പുറത്തു വരുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഫലം നസൽ ഫീഹി ഹത്താ അസ്ബഹനാ. സുബ്ഹിയാകും വരെ ഞങ്ങൾ പള്ളിയിൽ തന്നെ കാത്തിരുന്നു. പക്ഷേ നബി വന്നില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നബി വരാത്തതിനെപ്പറ്റി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ഇന്നി ഖശീതു അൻ യുക്തബ അലൈക്കും. ആ നിസ്കാരം നിങ്ങളുടെ മേൽ ഫർളാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന്. അപ്പൊ ഈ റിപ്പോർട്ടിൽ അന്ന് നിസ്കരിച്ചത് 11 റക്അത്തായിരുന്നുവെന്ന് ആ നിസ്കാരത്തിൽ പങ്കെടുത്ത ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അവ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്താണ് രാത്രി നമസ്കാരം റമദാനിലും അല്ലാത്ത കാലത്തും നിർവഹിച്ചിട്ടുള്ളത്. ഇനി മനസ്സിലാക്കാനുള്ളത്, നബി 20 റക്അത്തും വിത്റും നിസ്കരിച്ചു എന്ന് ചില ഹദീസുകളിലുണ്ട്. നബി റമദാനിൽ 23 റക്അത്ത് നിസ്കരിച്ചു എന്ന് ചില റിപ്പോർട്ടുകളിലുണ്ട്. ആ റിപ്പോർട്ടുകളെ സംബന്ധിച്ച് ഷാഫിഈ മദ്ഹബിലെ തന്നെ പണ്ഡിതന്മാർ, ഉദാഹരണമായി ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരി 4-ാം വാള്യം 205, 206 പേജുകളിൽ, അതേപോലെ തന്നെ ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ അൽ ഹാവിയിൽ ഫത്താവ 1-ാം വാള്യം 347-ാം പേജിൽ, അതേപോലെ തന്നെ ഇബ്നു ഹജറുൽ ഹൈതമി അദ്ദേഹത്തിന്റെ ഫത്താവൽ കുബ്ര 1-ാം വാള്യം 194, 195 എന്നീ പേജുകളിലും ആ ഹദീസ് ഒക്കെ ദഈഫാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഈ 3 ആളുകളുടെ പേര് പറഞ്ഞത്? സാധാരണയായി നമ്മളെപ്പറ്റി ഒരു പരാതി പറയാറുണ്ട്. റസൂലുള്ള 20 നിസ്കരിച്ചിട്ടുണ്ട് എന്നതിനെ നിഷേധിക്കുന്നത് പുത്തൻവാദമാണ്. പുത്തൻവാദികളാണ് അങ്ങനെ ചെയ്യുന്നത്. അവർ ഇസ്ലാമിലെ തിരുത്തൽവാദികളാണ്. റസൂലുള്ള 20 നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കെതിരെ ആക്ഷേപിക്കാറുണ്ട്, നിങ്ങൾ തിരുത്തൽവാദികളാണ്, ഇസ്ലാമിക ശരീഅത്തിലെ തറാവീഹ് നിസ്കാരം വെട്ടിച്ചുരുക്കിയവരാണ്, സുന്നത്ത് ജമാഅത്തിന്റെ പരിധിക്ക് പുറത്താണ് എന്നൊക്കെ കളിയാക്കാറുണ്ട്. അതുകൊണ്ടാണ് ആ വിഭാഗം തന്നെ അംഗീകരിക്കുന്ന 3 പണ്ഡിതന്മാരുടെ കിതാബുകളിൽ നിന്നുള്ള ഉദ്ധരണി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്. ഒന്നാമതായി ഷാഫിഈ മദ്ഹബിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി. അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരി 4-ാം വാള്യം 205-ാമത്തെ പേജിൽ നിന്ന് വായിക്കുന്നു, വഅമ്മാ മാ റവാഹു ഇബ്നു അബീ ശൈബ മിൻ ഹദീസ് ഇബ്നു അബ്ബാസ്. ഇബ്നു അബീ ശൈബ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസ് ഏതാണത്? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി ഫീ റമദാന 20 റക്അ വൽ വിത്ർ. റമദാനിൽ 20 റക്അത്തും വിത്റും നിസ്കരിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ട് ഫൈസ്നാദുഹു ദഈഫുൻ, അതിന്റെ പരമ്പര ദുർബലമാണ്. തന്നെയുമല്ല വഖദ് ആറലഹു ഹദീസു ആയിഷത, ആയിഷ ബീവിയുടെ മുമ്പ് പറഞ്ഞ ഹദീസിനോട് വൈരുദ്ധ്യവുമാണ്. ഏത് ഹദീസ്? ഹാദല്ലദീ ഫിസ് സഹീഹൈനി, ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവിടുന്ന് റമദാനിലും അല്ലാത്ത കാലത്തും 11നേക്കാൾ അധികരിപ്പിക്കാറില്ലായിരുന്നു എന്ന ബുഖാരിയിലെയും മുസ്ലിമിലെയും സഹീഹായ ഹദീസിനോട് നേരെ കടകവിരുദ്ധവുമാണ് ഇബ്നു അബീ ശൈബയുടെ ഈ റിപ്പോർട്ട്. തന്നെയുമല്ല മഅ കൗനിഹ, ആയിഷ ബീവിയാണത് പറഞ്ഞു തന്നിട്ടുള്ളത്. ആയിഷ ബീവി സാധാരണക്കാരിയല്ല, അവർ അഅലമു ബിഹാലിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലം മിൻ ഗൈരിഹാ, മറ്റുള്ള സ്ത്രീകളെ അപേക്ഷിച്ച്, മറ്റുള്ള സ്വഹാബ വനിതകളെ അപേക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലെ എല്ലാ സമയങ്ങളും വസ്തുനിഷ്ഠമായും കണിശമായും അറിയാവുന്ന ആളാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. അവരാണ് പറഞ്ഞത് 11നേക്കാൾ അധികരിപ്പിക്കാറില്ലായിരുന്നു എന്ന്. ആ ഹദീസിന് വിരുദ്ധമായി ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ദുർബലമാണ്, സ്വീകാര്യോഗ്യമല്ല എന്ന് ഫത്ഹുൽ ബാരിയിൽ 4-ാം വാള്യം 205-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇമാം സുയൂത്തി എന്ന് പറയുന്നത് ഷാഫിഈ മദ്ഹബിലെ ഒരു പണ്ഡിതനാണ്. ജലാലൈനി എന്ന തഫ്സീർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ ജലാലൈനി എന്ന തഫ്സീർ 2
ഗ്രന്ഥകർത്താക്കളാണ് എഴുതിയിട്ടുള്ളത്. രണ്ടാളുകൾ കൂടിയിട്ടാണ് ആ തഫ്സീർ എഴുതിയിട്ടുള്ളത്. ഒന്ന് ഇമാം ജലാലുദ്ദീനുൽ മഹല്ലി, മറ്റൊന്ന് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി. അതുകൊണ്ടാണ് ജലാലൈൻ, രണ്ട് ജലാലുകൾ ഒരുമിച്ച് കൂടി എഴുതിയ തഫ്സീർ. ആ തഫ്സീറിന്റെ ഒരു മുസന്നിഫിൽപ്പെട്ട ആളാണ് ജലാലുദ്ദീൻ സുയൂത്തി. ശാഫിഈ മദ്ഹബിലെ അംഗീകൃത പണ്ഡിതനാണ് അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചതിന്റെ ശേഷം അൽ ഹാവീലിൽ ഫത്താവ, ഇതാണ് ആ കിതാബ്, അൽ ഹാവീലിൽ ഫത്താവ, ഇമാം സുയൂത്തിയുടെ ഈ കിതാബിൽ 1-ാം വാള്യം 347-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു, ഹാദൽ ഹദീസു ലഈഫുൻ ജിദ്ദൻ, ഈ ഹദീസ് അങ്ങേയറ്റം ദുർബലമാണ്. ഏത് ഹദീസ്? നബി 20 നിസ്കരിച്ചു എന്ന് പറയുന്ന ഈ ഹദീസ്. ഖുൽതു, ഞാൻ പറയട്ടെ, ഹാദൽ ഹദീസു ലഈഫുൻ ജിദ്ദൻ, ഈ ഹദീസ് അങ്ങേയറ്റം ദുർബലമാണ്. ലാ തഖൂമു ബിഹി ഹുജ്ജത്തുൻ, ഇതുകൊണ്ട് തെളിവ് പറയാൻ പറ്റുകയില്ല എന്ന് അൽ ഹാവീലിൽ ഫത്താവ 1-ാം വാള്യം 347-ാമത്തെ പേജിൽ അദ്ദേഹവും പറയുന്നു. അദ്ദേഹം ഷാഫി മദ്ഹബിന്റെ ആളാണ്. അത് ആലോചിച്ച് നോക്കേണ്ടത്, ഇവരൊക്കെ തിരുത്തൽവാദികളാണോ? ഇവരൊക്കെ ഇസ്ലാമിക ശരീഅത്ത് വെട്ടിച്ചുരുക്കിയവരാണോ? അതിന് ചോദിക്കാൻ വേണ്ടിയും അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അതേപോലെ 20 റക്അത്ത് നബി നിസ്കരിച്ചു എന്ന് പറയുന്ന മുഴുവൻ റിപ്പോർട്ടുകളും എടുത്തുദ്ധരിച്ച് അവയുടെ എല്ലാം ദുർബലത വ്യക്തമാക്കിയ ശേഷം ഇമാം സുയൂത്തി ഈ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നു, ഫൽഹാസിലു അന്നൽ 20 റക്അ ലം തസ്ബുത് മിൻ ഫിഅലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകെ ആറ്റിക്കുറുക്കി പരിശോധിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ അവിടുന്ന് 20 റക്അത്ത് നിസ്കരിച്ചതായി, റമദാനിലും അല്ലാത്ത കാലത്തും 11നേക്കാൾ നബി അധികരിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന റിപ്പോർട്ടിനോട് യോജിച്ചു വരുന്നത് ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിലെന്താ ഉള്ളത്? നബി ആ 3 രാത്രിയും നിസ്കരിച്ചത് 11 റക്അത്തായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഇമാം സുയൂത്തി പറയുന്നു, ഇതുകൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വലൗ ഫഅലൽ 20 വലൗ മർറ, ജീവിതത്തിൽ ഒരു തവണയെങ്കിലും റസൂലുള്ള 20 നിസ്കരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് ആയിഷ ബീവിയെ സംബന്ധിച്ചിടത്തോളം അത് മറഞ്ഞ കാര്യമാകുമായിരുന്നില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടുന്ന് 20 റക്അത്ത് നിസ്കരിച്ചിരുന്നുവെങ്കിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അത് കാണാതെ പോകുമായിരുന്നില്ല എന്ന് വിശദമായി തന്നെ ആ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അൽ ഹാവീലിൽ ഫത്താവ എന്ന ഇതേ ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യം 349-ാമത്തെ പേജിൽ ഇബ്നു ഹജർ ഇമാം സുയൂത്തിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മൂന്നാമതൊരു പണ്ഡിതന്റെ കൂടി ഉദ്ധരണി പറഞ്ഞ് മതിയാക്കുകയാണ്. ഇബ്നു ഹജർ അൽ ഹൈതമി, അദ്ദേഹവും ഷാഫിഈ മദ്ഹബിലെ അറിയപ്പെടുന്ന പണ്ഡിതനാണ്. ഷാഫിഈ മദ്ഹബിൽ അറിയപ്പെടുന്ന ഫിഖ്ഹിന്റെ ഒരു ഗ്രന്ഥകർത്താവ് കൂടിയാണ് അദ്ദേഹം. തുഹ്ഫ എന്നൊരു ഗ്രന്ഥം ഇബ്നു ഹജർ അൽ ഹൈതമിയുടേതാണ്. പള്ളി ദർസുകളിൽ എല്ലാ മുസ്ലിയാക്കളും അംഗീകരിക്കുകയും എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ ഹൈതമി. അദ്ദേഹത്തിന് ഫത്താവൽ കുബ്ര എന്ന പേരിലുള്ള ഒരു ഗ്രന്ഥങ്ങളുണ്ട്. ചോദ്യോത്തരങ്ങളാണ് ആ പുസ്തകങ്ങളിൽ മുഴുക്കെയുള്ളത്. ഒരുപാട് വാള്യങ്ങളുള്ള ഒരു ഗ്രന്ഥമാണത്. അതിന്റെ 1-ാം വാള്യം 194, 195 എന്നീ പേജുകളിൽ അദ്ദേഹത്തോടൊരു ചോദ്യമുണ്ട്. വസുഇല, ഇബ്നു ഹജർ തങ്ങൾ ചോദിക്കപ്പെട്ടു, ഹൽ സഹ, സഹീഹായി വന്നിട്ടുണ്ടോ, ഔ വറദ, അല്ലെങ്കിൽ വന്നിട്ടുണ്ടോ, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലത്ത് തറാവീഹ 20 റക്അ, റസൂലുള്ളാഹ് 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, സഹീഹായി വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഫഅജാബ, ഇബ്നു ഹജർ അൽ ഹൈതമി ഉത്തരം നൽകി, ബിഖൗലിഹി ലം യസിഹ ദാലിക, അത് ശരിയല്ല, സഹീഹായ നിലക്കത് വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് എന്നാൽ ചില പരമ്പരകളിലൂടെ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫീ റമദാന 20 റക്അ വൽ വിത്ർ, നബി റമദാനിൽ 20 റക്അത്തും വിത്റും നിസ്കരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എല്ലാ റിപ്പോർട്ടുകളും ഫീ റിവായ സിയാദ ഫീ ഗൈരി ജമാഅ, ജമാഅത്തല്ലാതെ വീട്ടിൽ പോയിട്ട് ബാക്കി നിസ്കരിച്ചു എന്ന് പറയപ്പെടുന്ന റിപ്പോർട്ടുകളും ഫഹുവ ശദീദുൽ ളുഅഫി, അങ്ങേയറ്റത്തെ ദുർബലമാണ്. ഇസ്തദ്ദ കലാമുൽ അഇമ്മത്തി ഫീ ഹദിർവാതിഹി, ആ ഹദീസിന്റെ റിപ്പോർട്ടർമാരിൽ ഒരാളെ സംബന്ധിച്ച് മുസ്ലിം ലോക പണ്ഡിതന്മാർ ശക്തമായി ശകാരം നടത്തിയിട്ടുണ്ട്. അയാൾ യോഗ്യനല്ല എന്നും വമിൻഹു അന്നഹു യർവി ഫിൽ മൗദൂആതി, കള്ള ഹദീസുകൾ ഉദ്ധരിക്കലാണ് അയാളുടെ പണി എന്ന് വരെ
ആ ഹദീസിന്റെ പരമ്പരയിലുള്ള ഒരാളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അദ്ദേഹം തുടരുകയാണ്. തന്നെയുമല്ല റസൂലുള്ള 20 നിസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസുകൾക്ക് ഖണ്ഡനമാണ് ആയിഷ ബീവിയിൽ നിന്നതാ സഹീഹായി വന്നിരിക്കുന്നു, ലം യസിദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റകഅ. റമളാനിലും അല്ലാത്ത കാലത്തും 11നേക്കാൾ നബി വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടും ഈ വാദത്തെ ഖണ്ഡിച്ചു തള്ളുന്നു എന്ന് പറഞ്ഞ് അവസാനം അദ്ദേഹം ആ ചർച്ച അവസാനിപ്പിക്കുന്നത് നഅം തന്നെയുമല്ല റവാ ഇബ്നു ഹുസൈമ വഅഹ്ബാൻ, ഇബ്നു ഹുസൈമയും ഇബ്നു ഹിബ്ബാനും അവരുടെ സ്വഹീഹുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാ ബിഹിം 8 റകഅത്തിൻ സുമ്മ ഔതറ. 8ഉം 3ഉം 11 നിസ്കരിച്ചത്. പിന്നെയും അവർ കാത്തിരുന്നപ്പോൾ നബി നിസ്കരിക്കാൻ പുറപ്പെടുകയുണ്ടായില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഇത് ഫത്താവൽ കുബ്രയിൽ 1-ാം വാള്യം 194 195 പേജിലുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് 3 പണ്ഡിതന്മാരും ഇവരാരും മുജാഹിദ് മൗലവിമാരല്ല. സെൽസബീലിൽ പറഞ്ഞതോ KM മൗലവി പറഞ്ഞതോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞ ഒരു റിപ്പോർട്ടുകളല്ല പറഞ്ഞത്. ശാഫിഈ മദ്ഹബിലെ അംഗീകരിക്കപ്പെടുന്ന പണ്ഡിതന്മാരാണ് പറഞ്ഞത്. റസൂൽ 20 നിസ്കരിച്ചു എന്ന് പറയുന്ന ഒറ്റൊന്നും ശരിയല്ല, എല്ലാം വാറോലകളാണ് എന്നവരുടെ പണ്ഡിതന്മാർ തന്നെ. ഞാൻ ആ കിതാബിന്റെ വാള്യവും പേജ് നമ്പറും പറയുന്നത് പ്രത്യേകം ആവശ്യമുള്ള കിതാബ് നോക്കാൻ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അവർ നോക്കി പരിശോധിച്ച് ഉറപ്പുവരുത്താൻ വേണ്ടി തന്നെയാണ്. ഞാനിത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. നാട്ടിൽ ഇന്ന് സമസ്തക്കാരായ ആളുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ പച്ചനുണകൾ ഈ കാലഘട്ടത്തിലും നബിയുടെ തറാവീഹിന്റെ റകഅത്തിന്റെ എണ്ണത്തെ സംബന്ധിച്ച് ഇപ്പോഴും എഴുതി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 3 സാമ്പിളുകൾ മാത്രം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഒന്നാമതായി തറാവീഹ് എന്ന പേരിൽ AC ആലിക്കുട്ടി മുസ്ലിയാർ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഇർഷാദ് പബ്ലിക്കേഷൻസ് കോഴിക്കോട് നിന്നാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആ തറാവീഹ് എന്ന പുസ്തകത്തിന്റെ 42-ാമത്തെ പേജിൽ നിന്ന് വായിക്കുന്നു, തറാവീഹ് 20 എന്നല്ലാതെ 11 റകഅത്ത് എന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും കാലത്ത് നിസ്കരിച്ചതും 20 തന്നെയാണ്. തറാവീഹ് എന്നുള്ള ബുക്ക് പേജ് 42. ഖോജാക്കന്മാരൊക്കെ പറഞ്ഞു ഇതൊക്കെ നുണയാണ്, ഇതൊക്കെ ഒന്നും തെളിവിന് കൊള്ളൂല, ഒക്കെ തഴീപ്പാണ്. ഇപ്പൊ ഇവര് പറയണത് നബി നിസ്കരിച്ചതും ഉമർ ഖത്താബ് നിസ്കരിച്ചതും 20 തന്നെയാണ്, 11 സ്ഥാപിക്കാൻ ലോകത്ത് ആരെക്കൊണ്ടും സാധ്യല്ല. സ്ഥാപിച്ച തെളിവുകൾ വേറെ വരുന്നുണ്ട്. അപ്പൊ ഇത് ഒരു സാമ്പിൾ. രണ്ടാമത്തെ ഒരു ഉദ്ധരണി, ഇത് AP അബൂബക്കർ മുസ്ലിയാരുടേതാണ്, കാന്തപുരത്തിൻ്റെത്. അയാൾ സുന്നത്ത് മാസികയിൽ 1993 സുന്നത്ത് മാസികക്ക് ഒരു വാർഷിക സ്പെഷ്യൽ ഇറക്കുകയുണ്ടായി, സ്പെഷ്യൽ പതിപ്പ്. അതിൽ അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20 റകഅത്ത് തറാവീഹ് നമസ്കരിച്ചിട്ടുണ്ട്, ജമാഅത്തായും നിസ്കരിച്ചിട്ടുണ്ട്. നബി ഒറ്റക്കല്ല, 20 ഒറ്റക്കും നിസ്കരിച്ചിട്ടുണ്ട്, ജമാഅത്തായും നിസ്കരിച്ചിട്ടുണ്ട്. ഖോജാക്കന്മാരൊക്കെ പറയുന്നത് അയാൾക്ക് കിതാബ് ഓതി പഠിപ്പിച്ച മുസ്ലിയാക്കന്മാരുടെ ഗുരുനാഥന്മാര് പരമ്പര എണ്ണുമല്ലോ. ഞാൻ നബിയുടെ 46-ാമത്തെ ശിഷ്യനാണ് നാം മൂപ്പര് പരമ്പര എണ്ണുന്നത്. എന്റെ ഉസ്താദ് ഇന്നാള്, അതിന്റെ ഉസ്താദ് ഇന്നാള്, അങ്ങനെ അങ്ങോട്ട് പരമ്പര എണ്ണാണ് ഓരോരുത്തരും. ഏത് മുസ്ലിയാക്കന്മാരുടെയും കീശയിൽ എന്താണ് സിൽസിലെ പരമ്പര. ആദ്യം തന്നെ ചോദിക്കുക എന്താണ്, ഏത് ഞാഞ്ഞൂലിനും ഉണ്ട് എന്റെ ഉസ്താദ് 46-ാമത്തെ ഉസ്താദ്, 47-ാമത്തെ ഉസ്താദ് റസൂലുള്ളയാണ്. എന്നിട്ട് പരമ്പര എത്തിക്കല. പരമ്പര എത്തിച്ചോ ഇതൊന്നുമില്ല. ആർക്കും പരമ്പര വേണമെങ്കിൽ എഴുതി ഉണ്ടാക്കാം. ഇനിയിപ്പോ നബിയുടെ നേരെ തന്നെ അങ്ങോട്ട് പരമ്പരയിലായിട്ടും കാര്യമൊന്നുമില്ല. അബൂജാഹിൽ റസൂലുള്ളാഹിയുടെ കുടുംബം തന്നെയാണ്, ഖുറൈശി കുടുംബാണ്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. പരമ്പരയിലുണ്ടാകുന്നതും തങ്ങൾ കുടുംബത്തിലാകുന്നത് കൊണ്ടൊന്നും ഇസ്ലാമിൽ വലിയ മെച്ചൊന്നുമില്ല. കർമ്മം കൊണ്ടേ മനുഷ്യൻ നന്നാവുകയുള്ളൂ എന്നുള്ളത് ലോകത്തൊരു മതത്തിനുമില്ലാത്ത ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. നിങ്ങളെ ഖുറൈശി ഗോത്രം എന്ന് പറയുന്നതും വേറെ ഏത് ഗോത്രങ്ങൾ എന്ന് തരംതിരിക്കുന്നതും നിങ്ങൾ അറിയപ്പെടാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹ്, പടച്ചോന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും മാന്യൻ അത്ഖാക്കും, നല്ലോണം പണിയെടുത്ത് കർമ്മങ്ങൾ ചെയ്ത് തഖ്വ നേടിയെടുത്തവരാകുന്നുവെന്ന് ഖുർആൻ മാത്രം പ്രഖ്യാപിച്ചൊരു തത്വമാണ്. അത് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്നാൽ ഇങ്ങനെ പരമ്പര എണ്ണുന്ന ഇദ്ദേഹം എണ്ണാറുള്ള പരമ്പരയിലെ ഉസ്താദന്മാര് പറയുന്നു നബി 20 നിസ്കരിച്ചു എന്ന് തെളിഞ്ഞിട്ടില്ല. ശിഷ്യൻ പറയുന്നത് നബി 20 ഒറ്റക്ക് മാത്രമല്ല ജമാഅത്തായും നിർവഹിച്ചിട്ടുണ്ട്. അത് നിഷേധിക്കുന്നവൻ സുന്നത്ത് ജമാഅത്തല്ല, അതിനെ സംബന്ധിച്ച് സംശയിക്കുന്നവനും സുന്നത്ത് ജമാഅത്തല്ലാതെയാകും എന്നിങ്ങനെ പറഞ്ഞ ആളുകളെ ഇങ്ങോട്ട് ഇളക്കി വിടുന്ന സമ്പ്രദായം. ഇത് സുന്നത്ത് മാസികയിൽ പേജ് 12 നമുക്ക് ആ വാർഷിക പതിപ്പിൽ കാണാൻ സാധിക്കും.
മൂന്നാമതൊരാളുടെ ഉദ്ധരണി, ഇത് കേരളത്തിലെ മറ്റൊരു സുന്നി വിഭാഗത്തിലെ ആളാണ്. സുന്നി എന്ന് പറയുമ്പോൾ പല സുന്നികളുണ്ട്. AP സുന്നിയുണ്ട്, EK സുന്നിയുണ്ട്. ആദ്യം പറഞ്ഞത് AP സുന്നിയുടെ നേതാവ് തന്നെ പറഞ്ഞതാണ്. ഇനി EK സുന്നിയുടെ ഒരു നേതാവും കള്ളത്തരത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. നാട്ടിക മൂസ മുസ്ലിയാരി എന്ന് പറയുന്ന മനുഷ്യൻ സുന്നി അഫ്കാർ വാരിക, അത് അവരുടെ പത്രമാണ്. EK സുന്നികൾക്ക് വേറെ പത്രമുണ്ട്. ഇവർക്കൊക്കെ ഒരുപാട് പത്രങ്ങളാ. A മുതൽ Z വരെ സുന്നിയുണ്ട്. അതിനൊക്കെ 36 പത്രമുണ്ട്. അപ്പൊ അതിൽപ്പെട്ടൊരു പത്രമാണ് സുന്നി അഫ്കാർ. അതിൽ 1994 ജനുവരി 26 അദ്ദേഹം അതിൽ എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വെച്ച് 8 റക്അത്ത് നിസ്കരിച്ചു, ബാക്കി 12 റക്അത്ത് വീട്ടിൽ ചെന്ന് നിസ്കരിച്ചു. അങ്ങനെ 20 റക്അത്ത് തറാവീഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. ഒപ്പിക്കാണ്. പള്ളിയിൽ നിന്ന് 8 നിസ്കരിച്ചുള്ളൂ എന്ന് കുടുങ്ങി. അപ്പൊ പിന്നെ എന്താ, എന്നാ പിന്നെ ബാക്കി വരി പോയിട്ട് നിസ്കരിച്ചു. വരെ സ്വഭാവം ആൾക്കാരുടെ ഇടയിലൊന്നും വീട്ടിൽ പോയാൽ വേറൊന്നും. ആ സ്വഭാവ റസൂലുള്ളാഹിക്കുള്ളത് മനസ്സിലാക്കി. അത് ലോകത്ത് മുമ്പാരും പറഞ്ഞില്ല, ഇയാൾ മാത്രം പറഞ്ഞു എന്ത് ഇങ്ങനെ നിസ്കരിച്ചു. അപ്പോ ഞാൻ അതൊക്കെ പ്രത്യേകം എടുത്ത് ഉദ്ധരിച്ചത് റസൂലുള്ളാഹിയുടെ നിസ്കാരത്തെ സംബന്ധിച്ച് അവരംഗീകരിക്കുന്ന പണ്ഡിതന്മാർ വരെ പറഞ്ഞു നബി 20 നിസ്കരിച്ചു. ഏതായാലും സഹിഹായിട്ട് വന്നിട്ടില്ല. അപ്പൊ പ്രവാചകന്റെ കാലത്തെ സംഭവം അങ്ങനെയാണ്. ഇനി ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് എത്ര റക്അത്താണ് നിസ്കരിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലം ഇതേ നിലയിൽ തന്നെ തുടർന്നുപോയി. പള്ളിയിൽ വെച്ച് ഒറ്റക്കും കൂട്ടായിട്ടൊക്കെ നിസ്കാരം നടക്കും. പിന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്താണ് ജമാഅത്തായിട്ട് പഴയ രൂപത്തിൽ തന്നെ ഇത് പുനഃസംഘടിപ്പിക്കുന്നത്. അതിനൊരു പ്രത്യേക സന്ദർഭമുണ്ടായി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുൽ ഖാരി റളിയല്ലാഹു തആല അൻഹു എന്ന് അദ്ദേഹം പറയുന്നു, ഖറജ്തു, ഞാൻ പുറപ്പെട്ടു ഒരു ദിവസം ഉമറുൽ ഫാറൂഖിന്റെ കൂടെ ലൈലത്തൻ ഫീ റമദാന, റമദാനിലെ ഒരു രാത്രിയിൽ മസ്ജിദി, പള്ളിയിലേക്ക്. അന്നേരം അതാ ഫൈദന്നാസു, ജനങ്ങൾ, ഔസാഉൻ മുതഫർരിഖൂൻ, ആൾക്കാരൊക്കെ പള്ളിയിൽ ഇങ്ങനെ ചിഹ്നഭിന്നമായിട്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. യുസല്ലിൽ റജുലു ലിനഫ്സിഹി, ഒരാളൊറ്റയ്ക്ക് നിസ്കരിക്കുന്നുണ്ട്. വയസല്ലിർ റജുലു ഫയുസല്ലി ബിസലാത്തിഹി റഹ്തു, വേറൊരാൾ നിസ്കരിക്കുന്നുണ്ട്, അയാളെ പിന്നിൽ കുറച്ചാൾക്കാർ നിസ്കരിക്കുന്നുണ്ട്. ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് നിസ്കാരം നടക്കുന്നത്. ഫഖാല, അപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅറാ, ഞാൻ അഭിപ്രായപ്പെടുന്നു, ലൗ ജമഅതു ഹൗലായി അലാ ഖാരിഇൻ വാഹിദ്, ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ ഇവർ ഒരുമിച്ച് കൂടിയെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അദ്ദേഹം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും ഇമാമായി കൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നെയും ഞാൻ പുറപ്പെട്ടു. ഉമറുൽ ഫാറൂഖിന്റെ കൂടെ പുറപ്പെട്ടു നോക്കുമ്പോൾ പള്ളിയിൽ പിറ്റേ ദിവസം ഭംഗിയായി ജമാഅത്ത് നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എത്ര നല്ലൊരു സമ്പ്രദായമാണിത് എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീൻ മനസ്സിലാക്കിയ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അതിനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ആകപ്പാട് എന്തേ തെളിവുള്ളൂ? നബി നിസ്കരിച്ചില്ല എന്ന് പറയുന്ന ആൾക്കാരെന്നെ പറയുന്നത് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു 20 നിസ്കരിച്ചിട്ടുണ്ട് എന്നാണ്. അതാണ് ഇപ്പൊ തെളിവ്. എന്താ 20 റക്അത്ത് നിസ്കരിച്ചു എന്നൊരു തെളിവ്? ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചിട്ടുണ്ട്, നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാ നമ്മൾ പരിശോധിക്കുക, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു എത്ര റക്അത്താണ് നിസ്കരിക്കാൻ വേണ്ടി ഉബയ്യ് റളിയല്ലാഹു തആല അൻഹുവിനോട് കൽപ്പിച്ചത്? ബുഖാരിയിൽ ആ ഹദീസില്ല. ബുഖാരിയിൽ അതിന്റെ എണ്ണം പറയുന്നില്ല. എന്നാൽ എണ്ണം പറയുന്ന ഇമാം മാലിക്കിന്റെ അൽ മുവത്ത എന്ന കിതാബ്, ഇത് ഇമാം മാലിക്കിന്റെ എന്ന് പറഞ്ഞാൽ അബൂ ഹനീഫ ഇമാമിന്റെ ശേഷം വന്ന രണ്ടാമത്തെ ഇമാമാണ് ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഹദീസിന്റെ കിതാബാണ് അൽ മുവത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ 2 ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഒന്നാമതായി ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് അദ്ദേഹം അമറ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കൽപ്പിച്ചു ഉബയ്യ് ഇബ്നു കഅബിനോടും തമീം ഉദ്ദാരിയോടും അൻ യഖൂമാ ലിന്നാസി, അവർ ജനങ്ങൾക്ക് ഇമാമായി നിർവഹിക്കാൻ ബി 11 റക്അ, 11 റക്അത്ത് നിസ്കരിക്കാൻ. വഖദ് കാനൽ ഖാരിഉ, നിസ്കാരം നിർവഹിക്കുന്ന ഇമാം യഖറഉ ബിൽ മിഈൻ, 100 കണക്കിന് ആയത്തുകൾ ഓതിയിട്ടാണ് നിസ്കരിക്കാറുള്ളത്. ഹത്താ കുന്നാ നഅ്തമിദു അലൽ ലിസയ്യി മിൻ തൂലിൽ ഖിയാം, നൃത്തത്തിന്റെ നീളം കൊണ്ട് ഞങ്ങളൊക്കെ വടിയിൽ ഊന്നിപ്പിടിച്ചുകൊണ്ട് ക്ഷീണം തീർക്കാറുണ്ടായിരുന്നു. വമാ കുന്നാ നൻസരിഫു ഇല്ലാ ഫീ ബുസൂഖിൽ ഫജ്ർ, ഫജ്റിനോടടുത്ത സമയത്തിലായിരുന്നു നിസ്കാരം അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു പോകാറുണ്ടായിരുന്നത് എന്ന് ആ ഹദീസിൽ അദ്ദേഹം വിശദീകരിക്കുന്നു. ഇതാണ് ഇമാം മാലിക് ഒന്നാമതായി കൊടുത്തത്. ഈ ഹദീസിനെ സംബന്ധിച്ച് മുസ്ലിയാക്കന്മാരൊരു അക്ഷരം മിണ്ടാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീൻ പഠിച്ച ഉമറുൽ ഫാറൂഖ്
ഉബയ്യ് കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് കൽപ്പിച്ചത് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നേർക്ക് നേരെ കൽപ്പന കൊടുത്തത് 11 റക്അത്ത് നിസ്കരിക്കാനാണ് എന്ന ഹദീസ് മുസ്ലിയാക്കന്മാർ പറയാറില്ല. അവർ പിന്നെ പറയാറുള്ളത് ഏതാണ്? ഈ ഹദീസിന്റെ ശേഷം ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഹദീസാണ്. അതെന്താ? അൻ യസീദ് ബിൻ റൂമാൻ, യസീദ് ബിൻ റൂമാൻ എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നു, അന്നഹു ഖാല കാന الناس يقومون في زمان عمر بن الخطاب في رمضان ب23 റക്അത്ത്. ഉമർ ഖത്താബിന്റെ കാലത്ത് ആളുകൾ 23 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. ഈ സംഭവമാണ് എടുത്തുകൊണ്ട് തെളിവ് പറയാറുള്ളത്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. 2 ഹദീസും ഉദ്ധരിച്ചിട്ടുള്ളത് ഇമാം മാലിക് അദ്ദേഹത്തിന്റെ ഒരേ കിതാബിലാണ്. ഇതെങ്ങനെയാണ് ബലാബലം നിർണ്ണയിക്കുക? ആദ്യം പറഞ്ഞതിൽ അദ്ദേഹം സായിബ് ബിൻ യസീദ് എന്ന സ്വഹാബിയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉമർ ഖത്താബ് കൽപ്പിച്ചത് 11 ആണ്. രണ്ടാമത്തെ ഹദീസിൽ ഉമറിന്റെ കാലത്ത് ആൾക്കാർ 20 നിസ്കരിച്ചു എന്നാണ്. അതിൽ തന്നെ ആ സംഭവം പറയുന്നത് യസീദ് ബിൻ റൂമാൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തെ പറ്റി ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ലഈഫാണ്. ആ ഹദീസ് ലഈഫാണ്. എന്താ കാരണം? യസീദ് ബിൻ റൂമാൻ ആണ് പറയുന്നത് ഉമറിന്റെ കാലത്ത് ആൾക്കാർ 23 നിസ്കരിച്ചു. അന്ന് ആ കാലത്ത് ജീവിച്ച ആളാവണ്ടേ ഈ പറയുന്ന ആള്? ഈ യസീദ് ബിൻ റൂമാൻ എന്ന് പറയുന്ന ആൾ അക്കാലത്ത് ഉമറിന്റെ കാലത്ത് ജീവിച്ച ആളാവണം. എന്നാൽ ഇയാൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടിട്ടേ ഇല്ല എന്നാണ്. അദ്ദേഹം അന്ന യസീദ് ബിൻ റൂമാൻ ലം യദ്രികു ഉമറ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ യസീദ് ബിൻ റൂമാൻ എന്ന് പറയുന്ന മനുഷ്യൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ വാക്ക് സ്വീകാര്യമല്ല എന്ന് ഇത് ഹാഫിദ് സൈലഈ അദ്ദേഹത്തിന്റെ നസ്ബുർ റായ എന്ന കിതാബിലും ഇമാം നവവി അദ്ദേഹത്തിന്റെ ശറഹുൽ മുഹദ്ദബ് 4-ാം വാള്യം 33-ാമത്തെ പേജിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് മുർസലായ ഹദീസാണ് എന്ന് പറഞ്ഞാൽ തെളിവിന് കൊള്ളുന്ന ഹദീസല്ല എന്ന് ചുരുക്കം. അപ്പൊ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾക്കാർ തന്നെ അതിന്റെ ദൗർബല്യത്തെ സംബന്ധിച്ച്, ദുർബലതയെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് 20 നിസ്കരിച്ചതെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സഹീഹായി വന്നത് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നേർക്ക് നേരെ ഇമാമിനെ വിളിച്ച് ഓർഡർ കൊടുത്തത് 11 റക്അത്ത് നിസ്കരിക്കാനാണ് എന്ന് നല്ല പവൻമാറ്റി തങ്കക്കട്ടി സഹീഹായ ഹദീസിലൂടെ ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്തയിൽ രേഖപ്പെടുത്തുന്നു. ഏത് അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയത്? ബാബു മാ ജാ ഫീ ഖിയാമി റമളാന, റമളാനിലെ നിസ്കാരം എന്ന അധ്യായത്തിലാണ് അദ്ദേഹം ആ ഹദീസ് കൊടുക്കുന്നത്. സഹീഹായ ഹദീസാണ്. ഈ ഹദീസിന്റെ പരമ്പര, ഈ 11 കൊണ്ടാണ് ഉമർ ഖത്താബ് കൽപ്പിച്ചത് എന്ന ഹദീസിന്റെ പരമ്പര അങ്ങേയറ്റം സഹീഹാണ് എന്ന് ഇമാം സുയൂത്തി ഈ ഗ്രന്ഥത്തിൽ അൽ ഹാവിയിൽ 1-ാം വാള്യം 350-ാമത്തെ പേജിലും പറഞ്ഞിട്ടുണ്ട്. ഇമാം സുയൂത്തി 20 നിസ്കരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ആളാണ്. ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ് ഇമാം സുയൂത്തി 20 നിസ്കരിക്കണം എന്ന് അഭിപ്രായപ്പെട്ട ആളാണ്. പക്ഷേ അദ്ദേഹം പോലും പറയുന്നത് 11 റക്അത്തിന്റെ അത്ര പ്രബലമായിട്ട് 20 ഹദീസുകളില്ല എന്ന അഭിപ്രായത്തിലേക്കാണ് അദ്ദേഹം ചെന്നെത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ ചർച്ചയുടെ ഉടനീളം പരിശോധിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന്റെ ചായ്വ് ഹദീസുകളുടെയും തെളിവുകളുടെയും സ്വീകാര്യത 11 എന്നിടത്തേക്കാണ് എത്തിച്ചേരുന്നത്. തന്നെയുമല്ല, മറ്റൊരു സംഭവം കൂടെ കൽപ്പിക്കുകയാണ്. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ആ കിതാബിൽ കാണാം. അല്ലദീ ജമഅ അലൈഹി നാസ് ഉമർ ബിൻ ഖത്താബ്, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആളുകളെ ഒരുമിച്ച് കൂട്ടിയ റക്അത്ത് എത്രയാണെങ്കിൽ അതാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം. ആരാ പറയുന്നത്? ഇമാം മാലിക്. എത്രയാണത്? വഹുവ 11 റക്അത്ത്, അത് 11 റക്അത്താണ്. വഹിയ സ്വലാത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് തന്നെയായിരുന്നു റസൂലുള്ളാഹിയുടെ നിസ്കാരവും. അപ്പൊ അദ്ദേഹത്തോട് വീണ്ടും പിന്നെ അദ്ദേഹം പറയുകയാണ്, വലാ അദ്രി മിൻ അയ്ന ഉഹ്ദിസ ഹാദർ റുകൂഉൽ കസീർ, ഈ അധികരിച്ച റുകൂഴുകളൊക്കെ പിന്നെ എവിടുന്നാ പൊട്ടിമുളച്ചത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ആരാ പറയുന്നത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. 11 പ്രവാചകരിൽ തെളിവുള്ളത്. പിന്നെ അതിലപ്പുറം 36, 49, 23 ഒക്കെ എവിടുന്നാണ് ഉത്ഭവിച്ചത് എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് അദ്ദേഹം പറയുകയാണ്. തന്നെയുമല്ല, ഈ 23 അതേപോലെ തന്നെ 36 ഒക്കെ ലാകിന്നഹാ ബഅദ സമാനി ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലശേഷമാണ് ഈ 20-ന്റെയും 36-ന്റെയും ഒക്കെ വർത്തമാനങ്ങൾ തുടങ്ങിയത് തന്നെ എന്നും ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇനി ഇതേ കാര്യം തന്നെ പറഞ്ഞ മറ്റൊരു പണ്ഡിതനാണ് ഇമാം ഇബ്നുൽ അറബി. അദ്ദേഹം തുർമുദിക്കൊരു ശറഹ് എഴുതിയിട്ടുണ്ട്. ആരിളത്തുൽ അഹ്വദി എന്നാണ് ആ കിതാബിന്റെ പേര്. അതിൽ അദ്ദേഹം പറയുന്നു, വസ്സഹീഹു അൻ നുസല്ലിയ 11 റക്അത്ത്, 11 റക്അത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. സ്വലാത്തുൻ നബി അലൈഹിസ്സലാം ഖിയാമുഹു, റസൂലുള്ളാഹിയുടെ നിസ്കാരം അതാണ്. ഫഅമ്മാ ഗൈറു ദാലിക മിനൽ അഅദാദി, അതിലപ്പുറം വന്നിട്ടുള്ള എല്ലാ എണ്ണങ്ങളും ഫലാ അസ്ല ലഹു വലാ ഹദ്ദ ഫീഹി, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല.
യാതൊരു പരിധിയുമില്ല എന്ന് വളരെ വിശദമായി അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് അദ്ദേഹം അതുകൊണ്ട് ഈ വിഷയത്തിൽ നബിയെ പിന്തുടരലാണ് നമുക്ക് നിർബന്ധമായിട്ടുള്ളത്. നബി 11 നിസ്കരിച്ചതിൽ ആർക്കും തർക്കമല്ല, അത് സ്വീകരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് ആയിരത്തുൽ അഹ്വദി 4-ാം വാള്യം 19-ാമത്തെ പേജിൽ ആ പണ്ഡിതൻ പറയുന്നു. ഈ പണ്ഡിതന്മാരുടെ ഒക്കെ ഉദ്ധരണി നമ്മൾ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. എന്തിനാണെന്നറിയോ? ഇത് മുജാഹിദീങ്ങൾ 921 ശേഷം ഉണ്ടാക്കിയ ഏർപ്പാടല്ല, മുമ്പ് കാലത്തെ പണ്ഡിതന്മാർ പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ പണ്ഡിതന്മാരുടെ കിതാബിന്റെ പേരും പേജ് നമ്പറും ആളുടെ പേരും ഒക്കെ ഇത്ര വിശദമായിട്ട് പറയുന്നത്. പിന്നെ അവസാനമായിട്ട് ചില ആൾക്കാർ പറഞ്ഞ മറ്റൊന്നാണ്, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇവരോട് രണ്ടാളോടും കൂടിയും 11 വീതം നിസ്കരിക്കാൻ പറഞ്ഞത്. രണ്ടാളോടും കൂടിയും 11 വീതം നിസ്കരിക്കാനാ പറഞ്ഞത്. അപ്പൊ 2 ഇമാം ഉണ്ടായിരുന്നു, ഇയും 11 നിസ്കരിക്ക്, നീയും 11 നിസ്കരിക്ക്. അപ്പൊ ചോദ്യം വന്നു മൂപ്പരോട്, അപ്പൊ പിന്നെ എങ്ങനെ ഒന്ന് തേക്കുക? അത് രണ്ടിലും പിന്നെ രണ്ടാൾക്ക് ഇഷ്ടമല്ല, ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്നിട്ടാണ് നിസ്കരിക്കാണ്. പൊട്ടത്തരം, തനിച്ച വങ്കത്തരം. ആരും ലോകത്തും നേവരത് പറഞ്ഞില്ല. രണ്ടാളോടും കൂടി 11 + 11 22 എന്നാ പറഞ്ഞത്. അങ്ങനെ 22. പിന്നെ അതിലായിരിക്കും താല്പര്യമുള്ള ഒരാൾ വന്നിട്ട് ക്ഷീണം തോന്നാത്ത ഒരാൾ ഒറ്റ നിസ്കരിക്കട്ടെ. മൂപ്പര വകളുടെ വ്യാഖ്യാനാണ്. ആരുടെ വക? മുജാഹിദീങ്ങൾ ആകപ്പാടെ മലർത്തി അടിച്ചു എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ ഇപ്പൊ എല്ലായിടത്തും നടക്കുന്നത്. അയാൾ പറഞ്ഞ വിഡിത്താണ്. രണ്ടാളോട് കൂടി 11 നിസ്കരിക്കാൻ പറഞ്ഞാൽ 22 മൗലവി, കണക്കറിയില്ലേ? 4-ാം ക്ലാസ്സിൽ പോയിരുന്നിട്ട് ആ കണക്കൊന്ന് പഠിച്ചൂടെ, കൂട്ടലും കിഴിക്കലെങ്കിലും പഠിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരങ്ങോട്ട് തെക്കുബീർ വിളിച്ചപ്പോ മൂപ്പര് വിചാരിച്ച് ഞാൻ തന്നെ ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന് വിചാരിച്ചു. ഇതാണ് ആ പണ്ഡിതന്റെ കോലം, ഇതാണ് ദുർവ്യാഖ്യാനത്തിന്റെ കോലം. ഇനി വേറൊരു വാദം പറയാറുള്ളത് എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 നിസ്കരിച്ചു. ആയിഷ ബീവി പറഞ്ഞില്ലേ 11-ലേറെ അധികരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഉമറുൽ ഫാറൂഖ് കൽപ്പിച്ചതും 11 എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെന്താ പറഞ്ഞത്? അതൊക്കെ വിത്റാണ്, അതൊന്നും തറാവീസ്കാരത്തെ പറ്റിയല്ല, വിത്റിസ്കാരത്തെ പറ്റിയാണ് ആ പറഞ്ഞതൊക്കെ. എന്നാ പിന്നെ നമ്മൾ പരിശോധിച്ചു നോക്കുക, പണ്ഡിതന്മാരായ ആൾക്കാരൊക്കെ അവരുടെ കിതാബുകളിൽ ഏത് അധ്യായത്തിലായി ഹദീസ് കൊടുത്തത് നോക്കിയാൽ മതിയല്ലോ. എന്നാ പിന്നെ സംശയം തീരുമല്ലോ. വിത്തറിന്റെ അധ്യായത്തിലാണോ കൊടുത്തത്, അതോ ഖിയാമ റമദാനിന്റെയും തറാവീഹിന്റെയും അധ്യായത്തിലാണോ? ആദ്യമായിട്ട് ബുഖാരി തന്നെ പരിശോധിച്ച് നോക്കുക. ആയിഷ ബീവി പറഞ്ഞ ഈ ഹദീസ് കൊടുത്തത് സ്വലാത്തു തറാവീഹ് എന്ന അധ്യായത്തിലാ, തറാവീഹിസ്കാരം എന്നുള്ള അധ്യായത്തിലാ കൊടുത്തത്. ഖിയാമു റമദാൻ എന്ന അധ്യായത്തിലാണ് കൊടുത്തത്, വിത്തർ എന്ന അധ്യായത്തിലല്ല. ഫത്ഹുൽ ബാരി മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റുള്ള എത്രയോ പണ്ഡിതന്മാര്, ബൈഹഖിയുടെ സുനനിൽ ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത് നബിയുടെ റമദാനിലെ നിസ്കാരം എന്നുള്ള അധ്യായത്തിലാണ്. അങ്ങനെ തറാവീഹിന്റെ അധ്യായത്തിലാണ് എല്ലാ പണ്ഡിതന്മാരും ഇത് കൊടുത്ത്. തന്നെയല്ല 20 റക്അത്തിന്റെ റിപ്പോർട്ടുകളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞു, എന്ത് ഇത് ആയിഷ ബീവിയിൽ നിന്ന് സ്വഹീഹായി വന്ന 11 എതിരാണല്ലോ എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അതിൽ തന്നെ മനസ്സിലാക്കായത് ഇത് രണ്ടും ഒരേ നിസ്കാരാണ്. ഒരേ നിസ്കാരത്തെ പറ്റി ഒരാൾ 20 എന്നും ഒരാൾ 11 എന്നും പറയുമ്പോഴേ വൈരുദ്ധ്യമുള്ളൂ. രണ്ടും വേറെ ആണെങ്കിൽ എന്തിനാ വൈരുദ്ധ്യം? ളുഹറിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്, സുബഹിന്റെ മുമ്പും 2 റക്അത്ത്. സുബഹിന്റെ മുമ്പ് ഒരാൾ പറയണേ, പിന്നെ സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്, ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞു വിചാരിക്കാം. എന്നാ പരസ്പര വൈരുദ്ധ്യമാണെന്ന് അറിയാം. വൈരുദ്ധ്യമല്ല, രണ്ടും 2 നിസ്കാര, രണ്ടും 2 സമയത്തെ നിസ്കാരത്തെ പറ്റിയാ പറയുന്നത്. അതുകൊണ്ട് വൈരുദ്ധ്യമല്ല. വൈരുദ്ധ്യം വരുന്നത് എപ്പോഴാണ്? ഒരാൾ പറഞ്ഞ സുബഹിന്റെ മുമ്പ് 2 ഉണ്ട്, ഒരാൾ പറഞ്ഞ് 4 ഉണ്ട്, അപ്പൊ വൈരുദ്ധ്യമായി. അതേപോലെയാണ് ഇവിടെയും. ഇവിടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു എന്ത്? ആയിഷ ബീവിയുടെ സ്വഹീഹായ 11 റക്അത്തിന് നേരെ വിരുദ്ധമാണ് 20ന്റെ നിസ്കാരം. അപ്പൊ അവരും മനസ്സിലാക്കിയത് ആയിഷ ബീവി പഠിപ്പിച്ചത് വിത്റിനെ പറ്റിയല്ല, അത് ഈ തറാവീഹ് നിസ്കാരം തന്നെയാണ്, ഒക്കെ ഒന്ന് തന്നെയാണ് എന്നവരും വിശദീകരിച്ചു. ഇതിനൊക്കെ ധാരാളം ഉദ്ധരണികൾ, കിതാബുകൾ നമുക്ക് ഉദ്ധരിക്കാറുണ്ട്. സമയദൈർഘ്യം കൊണ്ട് ഞാനതൊക്കെ വിട്ടുകളയുകയാണ്. ഫത്ഹുൽ ബാരിയിൽ 4-ാം വാള്യം 205, 206 പേജുകളിൽ ഈ സംഭവം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പിന്നെ ചില റിപ്പോർട്ടുകളിൽ 13 റക്അത്ത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രാത്രി നമസ്കാരത്തിൽ 13 റക്അത്ത് എന്ന് കാണുന്നുണ്ട്. അപ്പൊ 13നെ പറ്റിയുള്ള റിപ്പോർട്ട് എന്താ? നബി 13 റക്അത്ത് നിസ്കരിച്ചത് 7 നിലക്കാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി മിനൽ ലൈലി 13 റക്അ മിൻഹാ അൽ വിത്റു വ റക്അതാ അൽ ഫജ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 റക്അത്ത് നിസ്കരിച്ചിരുന്നു. അതിൽ ഒറ്റ റക്അത്തും പെടും. വ റക്അതാ അൽ ഫജ്ർ, ഫജ്റിന്റെ 2 റക്അത്തും കൂട്ടിയിട്ടാണ് 13 എണ്ണിയത്, അല്ലാതെ കൂട്ടിയതല്ല. സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, അതും കൂടെ രാത്രി നിസ്കാരത്തിൽ കൂട്ടിയിട്ടാണ് 13 എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ആ സുബഹിന്റെ 2 റക്അത്ത് അല്ലാതെ തന്നെ 13 നിസ്കരിച്ചു എന്ന് ചില റിപ്പോർട്ടുകളിലുണ്ട്. അതേതാണ്?
നബി സാധാരണയായിട്ട് രാത്രി നിസ്കാരം ആരംഭിക്കുമ്പോൾ ദൈർഘ്യമേറിയ നിസ്കാരം തുടങ്ങുന്നതിന്റെ മുമ്പ് ലഘുവായ രൂപത്തിലുള്ള ഒരു 2 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. ആ 2 കൂട്ടിയിട്ടാണ് 13 എന്ന് പറഞ്ഞത്. അതും ആയിഷ ബീവി തന്നെ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പതിവ്, ഇദാ ഖാമ മിനൽ ലൈലി, രാത്രി എഴുന്നേറ്റാൽ, ഇഫ്തതഹ സ്വലാത്തഹു ബിറകഅതൈനി ഖഫീഫതൈനി, വളരെ ലഘുവായ തോതിൽ 2 റക്അത്ത് സുന്നത്ത് കൊണ്ടാണ് രാത്രി നമസ്കാരം ആരംഭിക്കാറുണ്ടായിരുന്നത്. ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. ഇതാണ് വസ്തുത. 20ന്റെ എല്ലാ റിപ്പോർട്ടുകളും ദുർബലങ്ങളാണ്. ഓരോന്നും എടുത്തിട്ട് ഓരോ റിപ്പോർട്ടുകളിലും ഇന്നാള് ദുർബലനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. കാരണം കിതാബുകളിൽ ഇത് പ്രത്യേകം പേരെടുത്ത് 20 നിസ്കരിച്ചു എന്ന് പറയുന്ന എല്ലാ ഹദീസുകളുടെയും ദൗർബല്യവും പൊള്ളത്തരങ്ങളും എടുത്തു കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തും ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കൽപ്പിച്ചതുമൊക്കെ 11 റക്അത്താണ്. അതിലപ്പുറമുള്ള റക്അത്തുകൾ പിൽക്കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് 23, 36, 49 ഒക്കെ നിസ്കരിക്കുന്നത് അവര് എല്ലാവരും പഴച്ചവരാണെന്ന വാദമൊന്നും നമുക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്താണ് ജീവിതത്തിൽ പകർത്താൻ നല്ലത്. ആ 11നാണ് നമുക്ക് തെളിവുള്ളത് എന്ന നിലക്ക് 20 അല്ല 11 റക്അത്താണ് റമദാനിലെ എന്നല്ല എല്ലാ കാലത്തും നിസ്കരിക്കാറുള്ള തറാവീഹ് നിസ്കാരം അല്ലെങ്കിൽ രാത്രി നമസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഈ 8 റക്അത്ത് നിസ്കരിക്കുന്നവരുടെ കൂടെ തുടരാൻ പാടില്ല എന്നും അവര് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താണെന്നൊക്കെ പറയുന്ന ആൾക്കാർ, അവരുടെ തന്നെ സ്വഭാവം ഇവിടങ്ങളിലൊക്കെ വന്നാൽ ഇവിടുത്തെ ഇമാമിയങ്ങളെ തുടർന്ന് നിസ്കരിക്കലാണ്. ഇത് നമ്മൾ പറയുന്നതല്ല. 1990 ജൂലൈ ലക്കത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അൽ മുബാറക്ക് വാരിക ഞാനെന്ന് നാട്ടിൽ നിന്ന് വായിച്ചതാണെന്ത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഷാർജയിൽ വന്നിട്ട്, ഷാർജയിലെ ഷോലാ ഷൗക്ക്, ഇന്ന് പിന്നെ കിതാബ് റൗണ്ട് അബൌട്ട് എന്നറിയപ്പെടുന്ന റൗണ്ട് അബൌട്ടിന്റെ അടുത്തുള്ള പള്ളി, മാലിക് ബിൻ അനസ് പള്ളിയിൽ അദ്ദേഹം അവിടുത്തെ ഇമാമിന്റെ പിന്നിൽ 8, 3, 11 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു. അത് എതിരാളികൾ കണ്ടുപിടിച്ചു. ആരാ എതിരാളികൾ? EK സുന്നികൾ. അവരത് പത്രത്തിൽ കൊടുത്തപ്പോൾ ചന്ദ്രികയിലാണ് റിപ്പോർട്ട് വന്നത്. ചന്ദ്രികയിൽ റിപ്പോർട്ട് കൊടുത്തപ്പോൾ റിപ്പോർട്ടർക്ക് തിരിപ്പയച്ചു. എന്താണ്? കാന്തപുരം കിങ് ഫൈസൽ പള്ളിയിൽ 8 റക്അത്ത് നിസ്കരിച്ചു എന്നാ റിപ്പോർട്ട് വന്നത്. മൂപ്പരാകപ്പാടെ നാടാന്തരം പ്രസംഗിച്ചു. വല്ലാഹി സുമ്മ വല്ലാഹി, കിങ് ഫൈസൽ പള്ളിയിൽ ഒരു സുജൂദ് പോലും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ശരിയല്ലേ? അപ്പൊ തന്നെ അൽ മുബാറക്കേര് പിടിച്ചു. ശരിയാണ് ടിയാനെ, നിങ്ങൾ കിങ് ഫൈസലല്ല, തെറ്റിപ്പോയതാണ്. മാലിക് ബിൻ അനസിൽ, ദവ്വാർ ഷായിലയിലുള്ള മാലിക് ബിൻ അനസിലാണ് നിങ്ങൾ 8, 3, 11 റക്അത്ത് നിസ്കരിച്ച് കാശും തിരിച്ചിറങ്ങിപ്പോയത് എന്ന് അൽ മുബാറക്കുകാർ എഴുതി വിട്ടു. നിഷേധിക്കാൻ അയാൾക്ക് സാധിച്ചില്ല. അതേപോലെ തന്നെ അങ്ങനെ പല മുസ്ലിയാക്കന്മാരും, അതേപോലെ വേറൊരു പത്രത്തിൽ സുന്നി വേദി എന്ന് പറയുന്ന സുന്നികളുടെ വേറൊരു പ്രസിദ്ധീകരണമുണ്ട്. അതിൽ കാണാൻ സാധിക്കും അവരുടെ ഗ്രൂപ്പിൽ പെടാത്ത മറ്റൊരു നേതാവ് റാസൽ ഖൈമയിലെ പള്ളിയിൽ വർഷങ്ങളോളം 8, 3, 11 റക്അത്താണ് തറാവീഹ് നിസ്കരിച്ച് ശമ്പളം വാങ്ങിയിരുന്നത് എന്ന് അവർ എഴുതിവിട്ടതിൽ ആക്ഷേപിച്ചിട്ടുണ്ട്. നമ്മൾ അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്തിനാ അതൊക്കെ പറയുന്നത് എന്നറിയോ? ആകപ്പാടെ 8 റക്അത്ത് നിസ്കരിക്കുന്ന പോലെ തുടർന്നാൽ അത് തെറ്റായി പോകും, സലാം പറയാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, ആകപ്പാടെ അവരോട് രോഷം കാണിക്കണം, എപ്പട്ടിവശത്തെ പോലെ മാറ്റി നിർത്തണം, അവരെ തല്ലിക്കൊല്ലണം എന്നൊക്കെ പറയുന്ന ആൾക്കാർ കിലുക്കങ്ങോട്ട് കേട്ടാൽ അവരുടെ ആദർശമൊക്കെയാണ് പോകാറുണ്ട് എന്ന് അവർ തന്നെ എഴുതി വച്ചിട്ടുണ്ട് പ്രസിദ്ധീകരണങ്ങളിൽ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതിനുവേണ്ടി മാത്രമാണ് അത് എടുത്തുദ്ധരിച്ചത്. അപ്പോൾ ഈ വക വിഷയങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി ആ ശരിയായ ചര്യയിലേക്ക് മടങ്ങലുമാണ് ഏറ്റവും യുക്തമായ മാർഗം. ഈ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തറാവീഹ് നിസ്കാരത്തെ സംബന്ധിച്ച് 11 റക്അത്താണ് പ്രവാചക ചര്യ. അതാണ് ഏറ്റവും നല്ലത്, അതാണ് സുന്നത്തുമായി യോജിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതിലപ്പുറമുള്ളവർക്ക് അത്രമാത്രം തെളിവുകളോ പ്രാമാണികതയോ ദുർബലങ്ങളല്ലാത്ത സഹീഹായ ഹദീസുകളിലോ റിപ്പോർട്ടുകളിലോ വന്നിട്ടില്ലാത്തതുകൊണ്ട് അവയേക്കാൾ എന്തുകൊണ്ടും നല്ലത് നബി കരീമിൽ നിന്ന് സ്ഥിരപ്പെട്ട 11 റക്അത്താകുന്നു. ഇതിനാണ് തെളിവുകളുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യകൾ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും പുലർത്തിപ്പോരുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تؤاخذنا إن نسينا أو أخطأنا. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.